ഇന്ന് അതിതീവ്ര താപനില മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഇന്നു മുതൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, ചൂട് അസഹനീയമാണ്, പക്ഷേ ഇന്ന് അതിതീവ്ര താപനില ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്? സംസ്ഥാനത്തെ കാലാവസ്ഥയിൽ വലിയ ചൂടുണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഗുരുതരമായൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ആശങ്കയെ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഓരോ ദിവസവും ചൂട് കൂടി വരുന്നു. ഇടവിട്ടുള്ള വേനൽ മഴ പെയ്യുന്നുണ്ട് എങ്കിലും അതിനപ്പുറത്തേക്ക് കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ചൂടിൽ വലിയ കുറവ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ച മുന്നറിയിപ്പുകൾ പ്രകാരം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ചൂട് വലിയ രീതിയിൽ കൂടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ ഇന്ന് 38 ഡിഗ്രി വരെ ചൂട് കൂടാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. മറ്റു ജില്ലകളിലേക്ക് വരുമ്പോൾ പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെ ഉയരാനുള്ള സാഹചര്യവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. നാളെ വരെ നീളുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മഴ മുന്നറിയിപ്പുകൾ നിലവിലില്ല. പകരം എല്ലാ ജില്ലകളിലും മിതമായ ഒരു മഴയ്ക്കുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ശക്തമായ മഴ പെയ്യുമെന്നുള്ള കാര്യത്തിലൊരു അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോഴും ഈ കാലാവസ്ഥ ഉയർത്തുക അല്ലെങ്കിൽ ചൂട് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമായും ഒരു ആശങ്ക ജനിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്തൊക്കെ UV ഇൻഡെക്സ് പലപ്പോഴും അപകടകരമായ സാഹചര്യത്തിലേക്കൊക്കെ വരുന്നൊരു സാഹചര്യം അത് സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് അല്ലെങ്കിൽ KSTMA പോലെയുള്ള ഏജൻസികൾ, ദുരന്ത നിവാരണ വകുപ്പൊക്കെ ഈ സമയങ്ങളിൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ ഈ പുറത്ത് സാമ്പത്തിക സമയം ചെലവഴിക്കുന്നതൊക്കെ നിയന്ത്രണം ഉണ്ടാകണം, അല്ലെങ്കിൽ അത് കഴിവതും ഒഴിവാക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഉയർന്ന താപനിലയാണ് കൂടുതൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് 11ഓളം ജില്ലകളിലൊക്കെ ഈ ചൂട് കൂടുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള യെല്ലോ അലർട്ടൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ താപനിലയിൽ കൂടുതൽ വർധനവുണ്ടാകാനുള്ള സാഹചര്യവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദേവിക. ശരി.